ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ അതിരാവിലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ എങ്ങോട്ടാണ് നടന്നു പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. നമ്മൾ വേറെ എങ്ങോട്ടല്ല, നമ്മളെ മാമ്മയുടെ വീട്ടിലോട്ടാണ് നടന്നു പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ വീട്ടിൽ വെച്ചിട്ടല്ല ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് മാമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് മാമ്മ ചിക്കൻ ബിരിയാണി റെസിപ്പി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞൊരു കോള് വന്നു. സോ ഞാൻ വീഡിയോ എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ റെസിപ്പി കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മൾ മസാലയ്ക്ക് ആവശ്യമായ വെല്ലുള്ളി, തക്കാളി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയ്ക്ക് ആവശ്യം പച്ചമുളക് അരച്ചത്, അതുപോലെ ഇഞ്ചി അരച്ചെടുത്തത്, വെളുത്തുള്ളി അരച്ചെടുത്തതാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ച തക്കാളി, ഉള്ളി എന്നുള്ള ഈ മിക്സിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഓയിൽ ഫ്രീ ബിരിയാണിയാണ്, ഓയിൽ കുറവാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് വിറകടുപ്പിലോട്ട് മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വഴറ്റിയെടുക്കാൻ സാധാരണ നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യാറ്, പക്ഷേ നമ്മളിവിടെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇത് വേവിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ എടുക്കാം. കഴുകി ഫ്രഷായി വെച്ച ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. നമ്മളിവിടെ 8 കിലോ ബിരിയാണിയാണ് വെക്കുന്നത്. 8 കിലോ റൈസ് എടുക്കുന്നത് പോലെ നമ്മൾ 8 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റിൽ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് 100 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ മസാല ആണ്. അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി 100 ഗ്രാമിൻ്റെ ചിക്കൻ ചില്ലി പൗഡർ കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 100 ഗ്രാമിൻ്റെ കുരുമുളക് പൊടി കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലി കോൺഫ്ലവർ കൂടെയാണ് ആഡ് ചെയ്യാനുള്ളൂ. ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊടികൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത ചിക്കൻ ഇതാ ഈ ഒരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് മാമിൻ ടയേർഡായി, അതുപോലെ വീഡിയോ എടുത്തിട്ട് നമ്മളും ടയേർഡായിട്ടുണ്ട്. സോ നമുക്കൊരു കപ്പ് ചായ കുടിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. നേരത്തെ വേവിക്കാനായി വെച്ച മസാല ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചിക്കൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചില്ലി ചിക്കൻ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി നമുക്കിത് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നോക്കുക. ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ടുണ്ടാക്കിയ ഗരം മസാല തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നല്ല ജീരകം, പെരുംജീരകം പൊടിച്ചത് കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച മല്ലിയില കൂടെ നമ്മൾ ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിരിയാണിയുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് റൈസിനുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 5 ജഗ് അരിക്ക് 7 ജഗ് വെള്ളം എന്ന അളവിൽ നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം എടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വെള്ളത്തിലോട്ട് നമുക്ക് 1.5 കിലോ സൺഫ്ലവർ ഓയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളത്തിലോട്ട് ഓൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനെയുള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് RKG ആണ്. RKG കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. RKG നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ അളവ് പറഞ്ഞിരുന്നില്ലേ, ആ ഒരു അളവിനനുസരിച്ചിട്ട് നമ്മൾ അരിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത്
ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 20 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി റെഡിയാവും. നമ്മളിനി ബിരിയാണി ഒന്ന് ദമ്മിട്ട് എടുക്കുന്നുണ്ട്. നമ്മളെ കനൽ അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഫസ്റ്റ് ഞാൻ തന്നെ ട്രൈ ചെയ്തു. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എനിക്ക് കുറച്ച് ക്ഷമ കുറവായതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എല്ലാ സൺഡേസിലും ഈ ഒരു ബിരിയാണിക്കായിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.